കൂലിയുടെ ട്രെയിലർ കണ്ടു വന്നിരിക്കുകയാണ്. ആകെ 3 മിനിറ്റ് 2 സെക്കൻഡ് ട്രെയിലറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹൈപ്പിലായിരുന്നു. പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ അടുത്ത് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഹുക്കും ഒഴികെയുള്ള ബാക്കി എല്ലാ സോങ്ങുകളും പുള്ളി റിലീസിന് ശേഷമാണ് രജനി കേൾക്കുന്നത്. പക്ഷേ ഈ ഹുക്കും എന്ന് പറഞ്ഞ സോങ് മാത്രം ആദ്യമേ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. കാരണം അത് അദ്ദേഹത്തിനെ പറ്റി പറയുന്നൊരു പശ്ചാത്തലമുള്ള സോങ് ആയതുകൊണ്ട് പുള്ളി അതിനെ പറ്റി ഒരു കമൻറ്റും പറഞ്ഞു. അതായത് ഇതിന് മേലെ ഒരു സോങ് ചെയ്യാൻ പറ്റുള്ള സംശയമാണ് രീതിയിൽ. പക്ഷേ പവർ ഹൗസ് എന്ന് പറഞ്ഞ സോങ്, അതായത് കൂലിയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്, അത് കേട്ടപ്പോൾ രജനി പറഞ്ഞത് ഞാൻ ആദ്യം വിചാരിച്ചത് ഹുക്കും എന്ന സോങ് ആയിരിക്കും ഏറ്റവും മാക്സിമം എന്നുള്ളത്. പക്ഷേ എൻ്റെ ആ പ്രതീക്ഷ തെറ്റിച്ചത് അതിന് മേലെ പോയി എന്നാണ് രജനി പറഞ്ഞു എന്നുള്ളൊരു കമൻറ്റ് എൻ്റെ ഇത് പറഞ്ഞിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാട്ട് ഇത്ര വൈറലായി, ആ സാധനം ഈ ട്രെയിലർ ഇപ്പോൾ വരും ഒരു എക്സ്ട്രീം പീക്കായുള്ള സംഭവം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നില്ലേ. പക്ഷെ വന്നില്ല. ഞാൻ ഇപ്പോൾ വരും എന്ന് വിചാരിക്കും, പക്ഷെ വരുന്നില്ല. ഇതിങ്ങനെ ഇടയ്ക്ക് രജനി ഇങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു BGM വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഓവറായിട്ടുള്ള ഹൈപ്പ് ഒന്ന് കുറയ്ക്കുക, എന്നാൽ എന്തോ വലിയൊരു സംഭവം വരാണ്ട് ആ ഒരു ഫീലാണ് ഈ ട്രെയിലർ മൊത്തത്തിൽ തരുന്നത്. എന്നാൽ എല്ലാവരും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സൗബിനെ കാണിക്കുന്നുണ്ട്. സൗബിന് എന്തോ ഒരു വലിയൊരു റോള് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അമീർ ഖാനെ കറക്റ്റ് അങ്ങോട്ട് കാണിക്കുന്നില്ല. കാരണം പുള്ളിയുടെ ഒരു ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ടെങ്കിലും എന്താണ് സംഭവം എങ്ങനെ സംഭവങ്ങൾ കാണിക്കുന്നില്ല. ഈ സിനിമയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഓഡിയൻസിനെ പുള്ളി ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് രജനി മാത്രമല്ല, സൂപ്പർ സ്റ്റാർ രജനീകാന്തും ലോകേഷ് കനകരാജും തമ്മിലൊരു കോംബോയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിൽ രജനീനെ കാണണം, അതാണ് പ്രധാന കാരണം. കാരണം രജനീകാന്തിന് തന്നെ വേറെ ഒരുപാട് സിനിമകൾ ഈ അടുത്ത് ഇറങ്ങിയിരുന്നു. മിക്കതും നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് വന്നിട്ടില്ല. യൂത്തിനെ ഇങ്ങനെ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യുന്ന ലെവൽ അതും എത്തിയിട്ടില്ല. പക്ഷേ ഇതിലങ്ങനെയല്ല. അത് ശരിക്കും സക്സസ് ആവുമെന്നുള്ള എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് കാരണം എന്ന് പറയുന്നത് കറക്റ്റ് 50 വർഷങ്ങൾക്ക് മുമ്പ് 1975 അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് രജനി ആദ്യമായിട്ട് വന്നത്. അത് റിലീസാവുന്നത് ഓഗസ്റ്റ് 15-നാണ്. കൂലി റിലീസാവുന്നത് ഓഗസ്റ്റ് 14-നാണ്. സോ ഇത് ഗംഭീരമാക്കുക എന്നുള്ളത് ലോകേഷിൻ്റെയും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹം രജനിക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ മാക്സിമം എക്സൈറ്റഡ് ആണ്. എത്രയൊക്കെ ഇവർ ഹൈപ്പ് കുറയ്ക്കാൻ നോക്കിയാലും ഞാൻ ആ ഒരു ഫാക്ടർ മനസ്സിൽ കാണുന്നുണ്ട്. മാക്സിമം പൊളിക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇവർ ശരിക്കും ഫ്ലാഷ് വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നായിട്ടുള്ളൊരു സിനിമയുടെ സീക്വലായിട്ടാണ്. അതായത് വാർ 2. ഹൃത്തിക് റോഷൻ വരുന്നുണ്ട്. ഹൃത്തിക് റോഷൻ മാത്രമല്ല ഇതിൽ ഫാക്ടർ. ഹൃത്തിക് റോഷന് മേ നോർത്ത് ഇന്ത്യയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിൻ്റെ അത് ജൂനിയർ NTR ഉണ്ട്. അദ്ദേഹം ആന്ധ്രയിൽ വലിയ ഫാൻ ബേസ് ഉള്ള അത്രയും വലിയ സൂപ്പർ സ്റ്റാറാണ്. ഇവർ രണ്ടുപേരുടെ ഒരു കോംബോ ആണ് വരുന്നത്. അതുമായിട്ടാണ് ക്ലാഷ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് ഇവർക്കുണ്ട്. അത് മാത്രമല്ല കേട്ടോ, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് കൂലിയാണ്. അതെന്തൊക്കെ പറഞ്ഞാൽ കുറച്ച് മുമ്പുള്ള ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഏതെങ്കിലും പുതുമുഖ നടിമാർ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിക്ക് ചെയ്തുകൊണ്ടുപോകുക, തമിഴിൽ അവർ കയറുക, ആ ഒരു ട്രെൻഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മലയാളത്തിലുള്ള ഗംഭീര ആക്ടേഴ്സിനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സംഭവമുണ്ട്. അത് പ്രധാനമായിട്ട് നമുക്ക് വിനായകനെ നോക്കിയാൽ കാണാം, ഒരു 1.5 പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ സൗബിൻ ഇങ്ങനെ നമുക്ക് തന്നെ ഒരു ഹൈപ്പ് വരുന്നുണ്ട്. സൗബിന് എന്തോ ഒരു വലിയ പെർഫോമൻസ് വരാൻ പോകുന്നുണ്ട്. അത് പ്രധാനമായിട്ട് അത് കാരണം എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും നോക്കാം, നമുക്ക് എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. കാരണം അത് കറക്റ്റായിട്ട് അങ്ങോട്ട് റിവീൽ ചെയ്യുന്നില്ല, എന്നാലും പുള്ളിക്ക് വലിയൊരു സ്പേസ് ഉണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫ്രെയിം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ക്ലൈമാക്സിലെ ഫ്രെയിം. അത് വലിയ സംഭവമായിട്ടൊന്നുമില്ല. എനിക്കത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ രജനിയുടെ ഐക്കോണിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറിന് ഓർമ്മ വന്നു. മാണിക് ഭാഷ ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു നെഗറ്റീവ് ഫിലിമിൻ്റെ ആ ഒരു ഷെയ്ഡിൽ ഒരു എഫക്റ്റ് കൊടുത്തുള്ളൊരു സംഭവമുണ്ട്. അതേ സാധനം ഈ കൂലിയുടെ ട്രെയിലറിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ റെഫറൻസിന് ഇട്ടായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും എനിക്കതാണ് ഫീൽ ചെയ്തത്. ആ ഒരൊറ്റ സീൻ രോമകുന്തി. ഈ അടുത്ത് വൻ ഹൈപ്പിൽ ഇറങ്ങി ഒരുപാട് സിനിമകൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടാലും. ഒന്നാമത്തത് കങ്കുവ. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. സൂര്യനൊന്ന് വീണ്ടും പഴയപോലെ കാണുന്ന ആഗ്രഹിച്ചു. പക്ഷേ അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു, ഉള്ളത് പറയാലോ. ഇനിയിപ്പം പുള്ളിയുടെ കറുപ്പിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, എന്താവും നമുക്കറിയില്ല. പിന്നെ വിജയുടെ ഗോട്ട്, അതും പോരാ, സീരിയസ്ലി പറയണേ പോരാ. പിന്നെ വേറെ സിനിമ ഇറങ്ങിയത് അജിത്തിൻ്റെ വിടാമുയർച്ചയായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷേ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി കുറച്ചൊന്ന് ഓക്കെ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ച് നമ്മളൊന്ന് എൻ്റർടൈൻഡായി ഒന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. എന്നാലും ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഇനി ഈ സിനിമ ശരിക്കും അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ഇനി ഈ സിനിമയെങ്കിലും കണ്ടിറങ്ങുമ്പോൾ ആസ് എ രജനി ഫാൻ എന്നുള്ള നിലയിൽ, ഇത്രയും വലിയ മാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രജനി തന്നെ ഒരു ഡയലോഗുണ്ട്. അദ്ദേഹത്തിൻ്റെ 16 വയതിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഞാൻ കൈയടിച്ചിട്ട് ഇതെപ്പിടി ഇരിക്ക് അന്തമാതിരി ഒരു ഡയലോഗ് ഇരിക്ക്. ആ ഡയലോഗ് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ കാത്തിരിക്കാൻ നമുക്ക് ആ പഴയ പീക്ക് രജനിയെ കാണാൻ.